അമൃതയുടെ ഇഷ്ടമുള്ള ഒരു 5 ക്വാളിറ്റി എന്തൊക്കെയാണ്? അമിതമായിട്ട് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊന്നും ഇല്ല. വിടണ്ടേ തോന്നുന്നു ഇവര് തമ്മിൽ ഒന്നിച്ചുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ആദ്യത്തെയും വ്യവസാരത്തെയും കൊടുക്കുന്നില്ല. ഇല്ല, കാരണം ഇതോടെ നമ്മൾ അടിച്ചു പിരിയല്ലോ. ഞങ്ങൾ ഇവിടെ വന്നാലേ അപ്പുറത്തുള്ള ആൾക്കാർ അലാറൊന്നും വെക്കണ്ട, രാവിലെ ഇവിടുത്തെ വെള്ളം കെട്ടി ഇരുന്നിട്ടോ. അവർക്ക് അറിയാം അമൃത വന്നിട്ടുണ്ട്. എല്ലാവർക്കും അവരുടേതായ ഒരു ജീവിതം വേണം. ഞാൻ അമ്മയുടെ സപ്പോർട്ടാ. അവള് നേരത്തെ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇഷ്ടം പോലെ ആൾക്കാരെ ഇട്ടിരിക്കുന്നു, ഞാൻ റെഡി എന്നിട്ട് അമ്മ എന്താ പറഞ്ഞു? ഓ, അതിപ്പഴേ എസ് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ യൂട്യൂബിന്റെ ഇതല്ല നോക്കുന്നത്, ഫസ്റ്റ് ഞാൻ കമന്റാ വായിക്കുന്നത്. അത്ര നെഗറ്റീവ്, ഇത്ര പോസിറ്റീവ്. നോക്കിയാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ നോക്ക് വമ്പടി നേരെ കമന്റ് അവരിടുന്നതേ നല്ല, അവര് എന്താ എഴുതുന്ന വെച്ചാൽ അതിന് നല്ല മറുപടി. അതിപ്പോ ടൂട്ടൂടെ ചേർത്താക്കാൻ കൊടുക്കും. നമുക്ക് അന്നത്തെ ടൈമിൽ ടി വി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, ഒരു നല്ല ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ഉള്ളവരുടെ വീട്ടിൽ പോയി കാണും. അപ്പൊ ഞാനും എന്റെ അനിയനൊക്കെ ചെറുതായിരുന്നപ്പോ ഇതുപോലുള്ള ഇതുപോലെയല്ല അന്നത്തെ കാലത്തുള്ള സെറ്റിലൊക്കെ പോയപ്പോ നമ്മളെ മാറ്റിയിരുത്തിയിട്ടുണ്ട്, തറയിൽ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഈ 10-21 വർഷം ഒറ്റയ്ക്കായിരുന്നു. അത് റെന്റ് ഹൗസ്, അറിയാലോ. ഒരു റെന്റ് ഹൗസിൽ ഇപ്പൊ ഒരു അന്നൊക്കെ നമ്മൾ ചെറുതല്ലേ. ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള ഒരു നമ്മൾ 3 പേരേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഒരു കാരണവരില്ലാത്തവർക്ക് റെന്റ് വീട് കൊടുക്കത്തില്ല. അവർക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വാടക വീട്ടിൽ നിന്ന് വരെ ഞങ്ങളെ ഇല്ലേ നമ്മളെ ഇറക്കി വരെ. ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് ഫുഡില്ല, കഴിക്കാൻ ആളില്ല. നമ്മൾ ഒരു പട്ടിണി എന്തോ കടന്നിട്ടുണ്ട്. അന്ന് നമുക്ക് വർക്കില്ല. തരാനുള്ള പൈസ പലരും ചോദിച്ചിട്ടും നല്ല വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്, അവർക്ക് പോലും പൈസ തരാനില്ല. അത് തുച്ഛമായിട്ടുള്ള എമൗണ്ടാ. അപ്പൊ നമ്മുടെ അരിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ അന്നാണ് തണ്ണിമത്തങ്ങ കൊണ്ട് പല കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തണ്ണിമത്തങ്ങയുടെ തോട് കൊണ്ട്. അപ്പൊ ഈ തോട് കൊണ്ട് തോരൻ വെച്ചൊരു 3 ദിവസമൊക്കെ നമുക്ക് അതായിരിക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ അമൃതയാണ്. അമൃതയുടെ കൂടെ അമൃതയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അമൃതയുടെ അമ്മയുണ്ട്. വെൽക്കം. വെൽക്കം. ഞങ്ങൾ ആക്ച്വലി ഒരു ഹോം ടൂർ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവര് തമ്മിൽ ഒന്നിച്ചുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ആദ്യത്തെയും വ്യവസാരത്തെയും കൊടുക്കുന്നില്ല. ഇല്ല, കാരണം ഇതോടെ നമ്മൾ അടിച്ചു പിരിയല്ലോ. വന്ന സമയം മുതലേ കേക്ക് ഇവര് ഒറ്റയ്ക്കാണെങ്കിൽ ഇവര് തമ്മിൽ ഭയങ്കര അടിയാണ്. നമുക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യോ? എന്തിനാ അടി ഉണ്ടാക്കുന്നത് എപ്പോഴും? അത് ഇന്ന കാര്യത്തിലൊന്നുമില്ല. അമ്മയ്ക്ക് എന്റെ സ്വഭാവം ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് അമ്മയുടെ സ്വഭാവം ഇഷ്ടപ്പെടത്തില്ല. അമൃതയുടെ എന്ത് സ്വഭാവം ഇഷ്ടമല്ലാത്ത? അവളൊന്നും രണ്ടാമത്തെ ചീറ്റപ്പുലിയെ പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ എന്റെ പൊന്നു മസ്താനിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനൊരു അയ്യോ പാവി. നിങ്ങൾക്ക് എനിക്ക് 2 മിനിറ്റ് എന്റെ അമ്മ വിളിക്കാം. ഇവിടെ രാവിലെ 6 മണിക്ക് അലാറത്തിന്റെ ആവശ്യമില്ല. അമ്മയും കൂടെ ഒക്കെ തുടങ്ങും കലാപരിപാടി. ചട്ടിയും കലമെടുത്ത് എറിയലും. പിന്നെ പറയണ്ട, ഞങ്ങൾ ഇവിടെ വന്നാലേ അപ്പുറത്തുള്ള ആൾക്കാർ അലാറൊന്നും വെക്കണ്ട, രാവിലെ ഇവിടുത്തെ വെള്ളം കെട്ടി ഇരുന്നിട്ടോ. അവർക്ക് അറിയാം അമൃത വന്നിട്ടുണ്ട്. അമൃതയ്ക്ക് അമ്മയുടെ എന്ത് സ്വഭാവം ഇഷ്ടമല്ലാത്ത? എന്താ ഇഷ്ടമുള്ളത് ചോദിക്കും. അല്ല, ഈ പ്രായം കൂടുന്നോറും നമ്മൾ പിള്ളേരെ പോലെ ആകും പറയത്തില്ലേ? അപ്പൊ അച്ചട്ടാ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകും. അനുസരണ എന്ന് പറഞ്ഞാൽ അയ്യത്തോടെ പോയിട്ടില്ല. എന്റെ അമ്മയതുകൊണ്ട് പറയല്ല, ഞാൻ അനുസരണ എന്ന് പറഞ്ഞാ കേക്കത്തില്ല. ഈ കൊച്ചു പിള്ളേർപ്പിന് വാശി പിടിക്കും. ഇവൻ ഈ സെറ്റിയൊക്കെ ഇങ്ങനെ വാശി പിടിച്ച് വാങ്ങിച്ചതാ. മോളൊരു ഊഞ്ഞലൊക്കെ കണ്ടില്ലേ? എനിക്ക് വേണോന്ന് പറഞ്ഞാൽ അതിൽ കയറി ഇരുന്ന് അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളാണ്. അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ വാങ്ങിച്ചൊരു സാധനം ഉണ്ടല്ലോ, ഞാൻ പറയുന്നില്ല. നമ്മുടെ തേങ്ങ തിരുമുന്ന സാധനം ഉണ്ടല്ലോ, ആരോ വീട്ടിൽ ഉപയോഗിക്കുന്നതോ യൂട്യൂബിൽ നിന്ന് എന്തോ കണ്ട് അത് വേണമെന്ന് ഭയങ്കര വാശി. 4000-5000 രൂപ എന്തോ ഫിലിപ്സിന്റെ എന്തോന്ന് അത് കടയിൽ പോയി വാങ്ങിച്ചേ. ആ പ്രീതിയുടെ ആരുടെ ആയിക്കോട്ടെ, നമ്മള് കടയിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നു മസ്താനി ഒരു ദിവസം ഉപയോഗിച്ച്. പിന്നെ 2 ദിവസം ഉപയോഗിക്കാൻ
മസ്താനി നമ്മുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടെങ്കിലല്ല തേങ്ങ കൂടുതൽ വേണ്ടിയുള്ളൂ. അപ്പൊ നമ്മള് കൊച്ചു ചെലവെടുത്ത് തിരുമും. വലിയ ഒരുപാട് ആൾക്കാരുണ്ടെമ്പോ ഇത് ഇട്ട് തിരുമും. എന്നാ ഈ വാങ്ങിച്ചു തന്ന സാധനത്തിൽ അവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറയാം. അവിടെ ഇതുവരെ ഞാൻ അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കുടുംബം നോക്കാൻ പോകും, അടുക്കളയിൽ കയറിയിരിക്കും. അത് ശരിയാ, അത് ശരിയാ. കുടുംബം നോക്കുന്ന പിള്ളേർ അടുക്കള കയറാറില്ല. എനിക്ക് ഞങ്ങളും കുടുംബം നോക്കിയിട്ടാണ് ഈ മക്കളെയൊക്കെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത്. നാളെ എനിക്ക് മക്കളാണ്, ഞാൻ കുടുംബം നോക്കും, മക്കളെ നോക്കും. നല്ല ഐഡിയ ആണല്ലോ. അപ്പൊ തിരിച്ച് ഞങ്ങൾ അങ്ങനെ പറയട്ടെ. നിങ്ങളുടെ കുടുംബം കളിക്കുമ്പോ മതിയല്ലേ നിനക്ക്? ഈ അമ്മ ഇവിടെ വന്നിട്ട് ഇത്ര സമയം വരെ ഒരു മിണ്ടാപ്പൂച്ചനെ പോലെ ഇരിക്കായിരുന്നു. അതാണ് കറക്റ്റ്. ഞാൻ വഴക്കുണ്ടാക്കുന്നുണ്ടോ? ഞാൻ എന്തെല്ലാം ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? ഒന്നും ഇല്ല. എങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ദേഷ്യപ്പെടോ? ആരാ? അമ്മ ദേഷ്യപ്പെടോ? ദേഷ്യപ്പെട്ട പിന്നെ ടൂ ടൂ ടൂവാ. പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അമൃത തിരിച്ച് ദേഷ്യപ്പെടാറുണ്ടോ? അതേ ഉള്ളു, ദേഷ്യമേ ഉള്ളു. പക്ഷെ എന്നെ കണ്ടങ്ങനെ പറയത്തില്ലല്ലോ. ഇല്ല. അവർക്ക് ഭയങ്കര കറക്റ്റ് ബിഗ് ബോസിൽ പോകാൻ പറ്റിയാണ്. ഞാൻ എപ്പോഴും പറയും ബിഗ് ബോസിൽ പോകാൻ പറ്റിയ ആളാണ് അമൃതയെന്ന്. ഒന്ന് പറഞ്ഞ രണ്ടാമത് ദേഷ്യപ്പെടും. അതേപോലെ നിങ്ങൾ ബിഗ് ബോസിൽ കാണും. അതേപോലെ രണ്ടാമത്തിന് ഭയങ്കര കരച്ചില്, പെട്ടെന്ന് മൂടൗട്ടാവും. ചെറിയ ടെൻഷൻ മതി, അപ്പൊ മൂടൗട്ടാവും. അതേപോലെ ഒന്നുമില്ല. അതേപോലെ പറഞ്ഞോ വയലന്റ് ആവുകയും ചെയ്യും. വയലന്റോ? അമൃത എന്തിനൊക്കെയാണ് വയലന്റ് ആവുന്നത്? വയലന്റ് ആയ അമൃതക്ക് ഭയങ്കര ദേഷ്യം വന്ന അമൃത എന്ത് ചെയ്യും? ഒന്നും ചെയ്തില്ല, എന്തെങ്കിലും പറയാം. അവിടെ പോയി റൂമിൽ പോയി അടച്ചിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്റെ റൂമിലായിരിക്കും. കഥ അടച്ച് ഞാൻ ഒന്നെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കണക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കും. മൊത്തം തെറ്റാറേ ഉള്ളു കണക്കൂട്ടലുകള്. കണക്ക് മൊത്തത്തിൽ എഴുത്ത് മാത്രമേ ഉള്ളൂ. എല്ലാ മാസം നോക്കും പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സെയിലായി, കവറും സെയിലാവുന്നുണ്ട്, പക്ഷെ പൈസ വരുന്നില്ല. അതെന്താ എനിക്കറിയത്തില്ല. അത് കണക്ക് കൂട്ടിയേക്കുന്നത് തെറ്റാണോന്നും അറിയത്തില്ല. വായിച്ചു അപ്പൊ കാൽക്കുലേറ്ററില് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, എന്നിട്ട് അക്കൗണ്ടിൽ പൈസ ഇല്ല. അക്കൗണ്ട് അമ്മ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം മാറ്റി. നേരത്തെ എന്റെ അക്കൗണ്ടിലായിരുന്നു, പിന്നെ ഇപ്പൊ സ്വന്തമായിട്ട് അക്കൗണ്ട് വേണമെന്നുണ്ട്. പെൺപിള്ളേർക്ക് എപ്പോഴും ഒരു സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് തീർച്ചയായും. ഇപ്പൊ കണക്ക് കൂട്ടിയ കൈ കാണാത്തതിന്റെ കാര്യം പലതും ഉണ്ട്. എന്താണുള്ളത്? ഇപ്പൊ ഒരുപാട് ചെലവ് കൂടി. ഒരു സ്വന്തമായിട്ട് വീട് വെച്ചു. അതാണ് ഏറ്റവും വലിയ കേട്ടോ. ഒരു പെൺകുട്ടിയെ കൊണ്ട് പറ്റാത്തതിനപ്പുറമാണ് അവള് ചെയ്തത്. എന്റെ മോളായിട്ട് പറയല്ലേ. പകുതി കോപ്പി എനിക്ക് കൂടെ തരണേ. ചില സമയത്ത് ഇത് റിപ്പീറ്റ് ആയിട്ട് ടിവിയിലിട്ട് കാണിക്കാനാ പ്ലേ ചെയ്തോണ്ടിരുന്നത്. നമുക്കത് എപ്പോഴെപ്പോഴും മക്കളെ നീ ഇത് ചെയ്തെന്ന് പറയുന്ന അമ്മയല്ല. പറയാനുള്ളത് ഓപ്പൺ ആയിട്ട് പറയുന്നതിന് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാല് അവളെ സംബന്ധിച്ചോളം അവൾക്കൊരു വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതില് അവള് കഷ്ടപ്പെട്ട പൈസ അത് സേവ് ചെയ്തു. അത് അവളും ഉപകാരപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഒരു കടം പോലും ഈ വീടിന് വേണ്ടി കടമാക്കി. ഈ അമ്മ നശിപ്പിച്ച് ഒരുപാട് ബാധ്യതകളൊക്കെ ഉള്ള ആളാണ് ഇവര് മണിയൊക്കെ ടൈറ്റിൽ കൊടുത്തത്. നമുക്ക് ഞാൻ തന്നെ ഇപ്പം വേറെ കൊണ്ടല്ല, ഇത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പറയല്ല, എന്റെ മോളെ കൊണ്ട് ഞാൻ ഇപ്പം ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരെ കഷ്ടപ്പെട്ട് വളർത്തിയ സമയത്ത് എനിക്ക് ഇങ്ങനെ സേവിങ് ആക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം അവിടെ അത്രയുള്ള ഒരു ഇതൊന്നും നമുക്കന്ന് ഇല്ല. കാരണം അവരെ അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ അവള് തന്നെ ഇത്ര ഒരു കഷ്ടപ്പെട്ട്, പിന്നെ അതിൽ എനിക്ക് ഉപരി എന്റെ അമ്മയ്ക്കൊരു വീട് വേണം. നിങ്ങൾ എന്റെ അമ്മയ്ക്ക് ഒരു വീട് വേണമെന്ന് അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു ദിവസമെങ്കിലും എന്റെ അമ്മയെ എല്ലാരും, എന്റെ കൂട്ടത്തിലുള്ള എല്ലാരും വീട് വെച്ചു. എന്റെ അമ്മയ്ക്ക് മാത്രം ചെറിയ വീടായിരുന്നു. അപ്പൊ എന്റെ അമ്മ ഒരു ദിവസമെങ്കിലും അതിൽ കിടത്തണമെന്ന് എനിക്ക് ആഗ്രഹം. അത് നമ്മുടെ പഴയ വീടായിരുന്നേ, ഓടിട്ട വീടായിരുന്നു. അതിനകത്ത് മഴ പെയ്ത് ഒരു തുള്ളി വെള്ളം പുറത്ത് പോകത്തില്ല. അതേപോലെ അകത്ത് ചോർച്ച, ഇഷ്ടം പോലെ അട്ടകള്, കറുത്ത അട്ടയൊക്കെ വരും മഴ സമയത്ത്. അങ്ങനെ ഫുള്ള് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം നമുക്ക് ചുറ്റുമുള്ള പലർക്കും നല്ല വീടുകളുണ്ട്, എന്നാൽ ഒരിക്കൽ പോലും ആരും ഇവിടെ ഒന്ന് കിടക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കും. ഒന്നാമത്തെ അമ്മൂമ്മ എവിടെയും പോകത്തില്ല. പിന്നെ അമ്മൂമ്മയുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ 19 വയസ്സായി ഇല്ല, അത്രയും ഈ 74 പുള്ളിക്കാരിക്ക് ഒരു നല്ലൊരു സന്തോഷമോ അല്ലെങ്കിൽ കഷ്ടപ്പാടൊക്കെ മാറി നല്ലൊരു ലൈഫ് വന്നിട്ടില്ല. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മൂമ്മയെ ഭയങ്കര സെക്യൂർഡ് ആയിട്ട് വെക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്ഥലത്ത് തന്നെ വീട് വെക്കാനുള്ള മെയിൻ റീസൺ.
പക്ഷെ ഞാൻ ഇവിടെ വെക്കണ്ടെന്നാണ് പറഞ്ഞത്. അതെന്താ? കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്നില്ല, പിന്നെ അമ്മയേ ഉള്ളൂ, അമ്മയെ പ്രായമായിട്ട് ഇവിടെ നിർത്തിയിട്ട് പോകാനും പറ്റൂല. അപ്പൊ അങ്ങ് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇവക്ക് ഒറ്റ നിർബന്ധമായിരുന്നു ഇവക്ക് ഇവിടെ വെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ആ വീട് നിന്ന സ്ഥലം, പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ ആ വീട് നിന്ന സ്ഥലവും ഇതും കൂടി ഇപ്പൊ രണ്ട് സ്ഥലം. പഴയത് ഭയങ്കര കുന്നിന്റെ മണ്ടയിൽ ഒരു ഓടിട്ട വീടും ഇതൊക്കെയായിരുന്നു, നമുക്ക് സ്റ്റെപ്പ് കയറി വേണമെങ്കിൽ പോകേണ്ടത്. ഇപ്പം റോഡിനൊപ്പം ആക്കി, ഒരുപാട് പൈസ അതിനു വേണ്ടി ഇതാക്കി. പക്ഷെ അവിടെ ആഗ്രഹം പോലെ, അവിടെ മനസ്സിന്റെ ഇതുപോലെ നല്ലൊരു വീട് വെച്ചു. അതിൽ ഒരുപാട് ഇവിടെ ഇന്റർവ്യൂ കൊണ്ട് പറയല്ല, എന്റെ മോളെ കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. നമ്മളിപ്പോ മക്കൾ ഇത് ചെയ്യുമ്പോ എന്നെ സംബന്ധിച്ചുള്ള പറയാനാണെങ്കിൽ, അല്ലെ നീ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയല്ല. ഇതിൽ കിടക്കുന്ന എല്ലാ സാധനങ്ങളും എന്റെ പൈസയോ അല്ലെങ്കിൽ എന്റെ മകന്റെ പൈസയോ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം അവിടെ കഷ്ടപ്പാടില് അവൾ ഓരോന്നോരോന്ന് കണക്ക് കൂട്ടിച്ച്, ഈ പറയുന്ന മാതിരി ഞങ്ങൾ റൂമിന്റെ നടയിൽ പോലും ചെല്ലാൻ പറ്റും. രാത്രി ഫുള്ള് ഇരുന്ന് എഴുത്താണ്, കണക്ക് കൂട്ടലാണ്. ഒരു 3 മൊബൈലും കാണും, 2 കാൽക്കുലേറ്ററും ഉണ്ട്, കുത്തലും വലിയ 2-3 ബുക്കുകൾ, എത്ര നീളത്തിലുള്ള അറ്റൻഡൻസ് ബുക്ക് പോലത്തുള്ള ബുക്കിനകത്ത് ഇരുന്ന് എഴുത്താണ്. ഓരോ രൂപയും അവള് ചെലവാക്കുന്നതിന്റെ എവിടെ പോയി എങ്ങനെ പോയി, അങ്ങനെ എന്തായാലും ഇത്രയും. അത് നമ്മുടെ പുതിയ വീട്ടിലെല്ലാം പുതിയ സാധനങ്ങൾ വേണം, എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നേ. നമ്മൾ സെറ്റ് തുടങ്ങാം. ഈ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ 90s കിഡ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ഫേസിലുള്ള പ്രശ്നമായിരിക്കും. നമുക്ക് അന്നത്തെ ടൈമിൽ TV ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, ഒരു നല്ല ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ഉള്ളവരുടെ വീട്ടിൽ പോയി കാണും. അപ്പൊ ഞാനും എന്റെ അനിയനൊക്കെ ചെറുതായിരുന്നപ്പോ ഇതുപോലെയല്ല അന്നത്തെ കാലത്തുള്ള സെറ്റിലൊക്കെ പോയപ്പോ നമ്മളെ മാറ്റിയിരുത്തിയിട്ടുണ്ട്, തറയിൽ ഇരുത്തിയിട്ടുണ്ട്, അവരുടെ സെറ്റ് ഓഫ് ചെയ്തിട്ട് ഞാനും അനിയനും കൂടെ മഴയത്ത് നിന്നിട്ട് ഇവിടെ അടുത്തൊരു ആന്റിയുടെ വീട്ടില് സിറ്റ് ഔട്ടിൽ ഒരു കമ്പി പോലെ കിട്ടിയിട്ടുണ്ട്. ആ കമ്പിക്ക് ഇപ്പുറം, അതായത് മുറ്റത്ത് നിന്നിട്ട് നമുക്ക് എത്തത്തില്ല, അപ്പൊ ഈ കമ്പിയിൽ പിടിച്ച് വേണം നിൽക്കാൻ. അങ്ങനെ നിന്ന് നമ്മൾ TV കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അവര് മക്കള് കയറിയിരിക്കുന്നു പറഞ്ഞില്ല. അപ്പൊ ഇത് കണ്ടിട്ട് അമ്മയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു. അങ്ങനെ അമ്മ ഒന്ന് ഞങ്ങളൊന്ന് ഒത്തിരി അടിച്ചിട്ട് പിറ്റേ ദിവസം EMI ഒരു TV വാങ്ങിച്ചു. അപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു, നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വലിയൊരു TV വെക്കണം, 50 ഇഞ്ച് പോട്ടെ, 50 ഇഞ്ചിന്റെ ഒരു TV ഒക്കെ വാങ്ങിച്ചു വെച്ചു. അതേപോലെ സെറ്റ്, നല്ല അടിപൊളി സെറ്റ്, ഇവൻ എല്ലാം ഇപ്പം ഓരോ കാര്യങ്ങളും എല്ലാം ഈ വീട്ടിൽ നമ്മൾ പുതിയതാണ് വാങ്ങിച്ചത്. കിച്ചൺ ആയിക്കോട്ടെ, ബെഡ്റൂമിലെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം A to Z നമ്മള് ഒന്നും പഴയതെടുത്തില്ല. നമ്മൾ ഒരു പഴയ റെന്റ് ഹൗസിലായിരുന്നു അടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് നമ്മൾ അമ്മൂമ്മയുടെ തുണി മാത്രം കൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇത്രയും സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് മോൾ ഒറ്റയ്ക്ക് ഒരു വീട് ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്വന്തം വീട്ടില് ആദ്യമായിട്ട് കിടന്നുറങ്ങിയ ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു? അത് ഉറങ്ങാൻ നമുക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉറങ്ങിയില്ല, നമ്മൾ എപ്പോഴും വീടിന് വെളിയിൽ പോയി ഞാൻ നോക്കുമായിരുന്നു, ഇത് നമ്മുടെ വീട് തന്നെ ആണോ, നമുക്ക് എങ്ങനെ പറയാൻ, എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്റെ അമ്മയും കൂടെ പറയും, അമ്മ പിന്നെ വീടിന്റെ വെളി ഇറങ്ങിയിട്ട് അമ്മ എടുത്ത് പറയും, ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ രാത്രിയിലൊക്കെ നോക്കും. അമ്മയ്ക്കൊരു ഭയങ്കര ഇതില്ല. അതേപോലെ തന്നെ എനിക്കും, കാരണം നമ്മളെ സംബന്ധിച്ചൊരു വലിയ സ്വപ്നമാണ് ഇത്, ഈ ഒരു വീട് വലിയ ആഗ്രഹമാണ്. പിന്നെ എല്ലാം അവിടെ ഒറ്റ കഴിവ്, അത്രേ പറയാനുള്ളൂ. അവിടെ കഴിഞ്ഞ് അവൾക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുക്കട്ടെ. അതിന് അവൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. എങ്ങനെയായിരുന്നു? അതായത് അമൃത് ഇപ്പം ആക്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിനുശേഷം അത്യാവശ്യം കുഴപ്പമില്ലാതെ മെച്ചപ്പെട്ട് വന്നത്, അതിന് മുന്നത്തെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ശരിക്കും അമ്മയായിരുന്നോ? ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും. കാരണം ഞാൻ, അമ്മ, അനിയൻ, ഞങ്ങൾ 3 പേരെയാണ്. പിന്നെ അമ്മൂമ്മ. അപ്പൊ അമ്മൂമ്മ കൂടുതൽ ടൈം ഇവിടെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഈ 10-21 വർഷം ഒറ്റയ്ക്കായിരുന്നു. അത് റെന്റ് ഹൗസ്, അറിയാലോ. ഒരു റെന്റ് ഹൗസിൽ ഇപ്പൊ അന്നൊക്കെ നമ്മൾ ചെറുതല്ലേ. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഒരു നമ്മൾ 3 പേരേ ഉള്ളൂ. മെയിനായിട്ട് ഒരു കാരണവരില്ലാത്തവർക്ക് റെന്റ് വീട് കൊടുക്കത്തില്ല, അവർക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഒരു സ്ഥലത്ത് ട്രിവാൻഡ്രം സിറ്റിയിൽ നമ്മളൊരു 2 പിള്ളേരെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നതും കുറച്ചധികം ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ ഇന്ന് ഇവിടെ വരെ നിൽക്കുന്നത്. അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പലരും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഈവൻ നമുക്ക് ഫുഡ് വാങ്ങിച്ചെന്ന ആൾക്കാരുണ്ട്. ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് ഫുഡില്ല, കഴിക്കാൻ ആളില്ല. നമ്മൾ ഒരു പട്ടിണി എന്തോ കടന്നിട്ടുണ്ട്. അന്ന് നമുക്ക് ഏത് പാർട്ടിക്കാരാ ആക്ടിങ് ഉണ്ട്, അന്ന് നമുക്ക് വർക്കില്ല. തരാനുള്ള പൈസ പലരും ചോദിച്ചിട്ടും, നല്ല വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്, അവർക്ക് പോലും പൈസ തരാനില്ല. അത് തുച്ഛമായിട്ടുള്ള എമൗണ്ടാ, വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ്, പക്ഷെ അവര് തന്നില്ല. പക്ഷെ അതിന് എനിക്ക് ഏറ്റവും ഇന്ന് എനിക്ക് കടപ്പാടുള്ളത്,
നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ ഡമാർപ്പടാർ, അന്ന് ഡമാർപ്പടാറാണ്. അപ്പൊ അതിന്റെ പെൻഡിങ് പൈസ നമുക്ക് വരാനുണ്ടായിരുന്നു. അന്ന് അവര് തന്ന എമൗണ്ടിലാണ് നമ്മൾ കഷ്ടിച്ച് നമ്മള് പോയിക്കൊണ്ടിരുന്നത്. അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോ അത് നമുക്ക് വലിയൊരു ഹെൽപ്പായി. പിന്നെ നമുക്ക് ഈവൻ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സാധനം മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ അരിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ അന്നാണ് തണ്ണിമത്തങ്ങ കൊണ്ട് പല കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, തണ്ണിമത്തങ്ങയുടെ തോട് കൊണ്ട്. അപ്പൊ ഈ തോട് കൊണ്ട് തോരൻ വെച്ചൊരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് അതായിരിക്കും. എന്നിട്ട് ഒരു ദിവസം അരിയൊന്നും ഇല്ല. അപ്പൊ നമുക്ക് സേവാഭാരതി അല്ലേ, അവര് നമുക്ക് കൊണ്ടുവന്ന് കുറച്ച് അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എത്ര കഷ്ടപ്പാടിലാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അത് നമ്മള് എടുത്തു പറയാറ്. ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വാടക വീട്ടിൽ നിന്ന് വരെ ഞങ്ങളെ ഇല്ലേ നമ്മളെ ഇറക്കി വരെ. ഒരു സമയത്ത് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല, അത് എവിടെ പൂജപ്പരല്ലേ. അപ്പൊ ഞാനും അമ്മ അനിയനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത്ര 7-ോ 8-ലോ പഠിക്കുന്ന, അവന് ഭയങ്കര ചെറുതാ. അപ്പൊ നമ്മളൊരു വീട് മാറി തിരുമല നമ്മൾ വീട് മാറി താമസിച്ചു. അപ്പം താഴത്തെ നിലയില്ല, മുകളിൽ ഓണർ താമസിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരും സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർ അടുത്ത ദിവസം നമ്മളുടെ അടുത്ത് വീട് മാറണമെന്ന് പറഞ്ഞു. അവര് ഹസ്ബൻഡും വൈഫും ആണുള്ളത്. അപ്പൊ നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ 3 പേരേ ഉള്ളൂ, കൂടെ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവര് മാറി താമസിക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ അങ്ങോട്ട് സ്റ്റേ ചെയ്ത് 2 ദിവസം ആയതേ ഉള്ളൂ. അല്ല, അപ്പൊ അവർക്ക് ഓൾറെഡി നമ്മളെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടാണ് നമ്മള് പോയത്. അപ്പൊ അവരുടെ മനസ്സിൽ ഒരു 2 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ ഭർത്താവുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ചെറുപ്പമായിട്ടിരിക്കുന്ന സമയല്ലേ, അവർക്കും അപ്പോഴത്തേനും അവര് പറഞ്ഞു പറ്റൂ. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, അവരെ മറ്റുള്ള ആൾക്കാരും പറഞ്ഞു. അവര് പറഞ്ഞു പറ്റൂല, നിങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങുള്ളൂ. ഞങ്ങൾ ആ സമയത്ത് ഇവരെ കൊണ്ട് എങ്ങോട്ട് പോകണം, പെട്ടെന്ന് നമുക്കൊരു ട്രിവാൻഡ്രം അല്ലേ ഒരു വീട് നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ കുറെ നമ്മള് സഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്ട്രഗിൾസിന്റെ ഒക്കെ ഒരു റിസൾട്ട് ആണ് ഇപ്പൊ. അതെ, ഇന്നിപ്പോ എവിടെ പോയാലും കുറച്ചു പേർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അറിയാം. എവിടെ ചെന്നാലും ഇപ്പം എന്നെ കൂടെ തന്നെ അമൃതയുടെ അമ്മ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എവിടെ ചെന്നാലും കുറെ പേര് ഫോട്ടോ എടുക്കാൻ വരും. എവിടെ ചെന്നാലും ട്രെയിനിൽ പോയാലും എവിടെ പോയാലും ആൾക്കാർ നമ്മളെ തിരിച്ചറിയാന് ഒരു ഐഡന്റിറ്റി ഉണ്ടായി. പിന്നെ നമ്മുടെ പാലിയാച്ചും അതും ഈ പറഞ്ഞോണ്ട് നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. പക്ഷേ മീഡിയാസ് ഒക്കെ വന്നിട്ട് വലിയൊരു ആഘോഷമാക്കി മാറ്റി. ഈ നാട് മൊത്തം അറിഞ്ഞു ഞാനിവിടെ വീട് വെച്ചിട്ടുണ്ട്, പാലുകാച്ചായിരുന്നു. പിന്നെ എന്താ പറയാ, എല്ലാരും അറിഞ്ഞത് അവര് വഴിയാണ്. നമ്മൾ വളരെ ചെറിയതാക്കി വെച്ച ആഘോഷം വലിയൊരു സംഭവമാക്കി മാറ്റിയതിന് മീഡിയാസിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. അങ്ങനെ നമ്മൾ പലരും അറിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇപ്പൊ ഞങ്ങളിവിടെ ഇരിക്കുമ്പോ തന്നെ ആളുകൾ അമൃതനെ കാണാൻ വേണ്ടി വരുമായിരുന്നു. കുഞ്ഞു പിള്ളേരൊക്കെ ആയിരുന്നു, കുഞ്ഞു ഫാൻസ് ഒക്കെ. നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരാണ് യൂട്യൂബ് ആൾക്കാർ. ഇപ്പൊ അമൃത ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അമ്മ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ അമൃത എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, എന്ത് ജോലിയായിരിക്കും ചെയ്യാൻ പോകുന്നത്? എനിക്ക് ആഗ്രഹം അവളെ പഠിപ്പിച്ച് ഒരു ജോലി കിട്ടണമെന്നായിരുന്നു. ജോലിക്ക് വിടണം, മോനെ ഒരു ഡോക്ടറൊക്കെ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ ഫീൽഡിൽ തന്നെ എന്റെ മോൻ വന്നു. അന്ന് അവന് സുഖമില്ലാതായതുകൊണ്ട് അവന് പറ്റിയില്ല. പക്ഷെ ഒരു ജോലിക്കാരിയാക്കണം, കാരണം നമ്മളെ പോലെ ഇനി നമ്മുടെ മക്കളാവല്ലെന്നുള്ളത് ഉണ്ടായിരുന്നു. എന്താ അമൃതയ്ക്ക് ഇപ്പൊ ഇത്രയും വർഷത്തിനിടയ്ക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്താ, ഉപദേശം? ഞാൻ ഇത്രയും നാളും കെയറിങ് ചെയ്ത് അത് അവർക്ക് അത് നല്ലതായിട്ട് ഇതുവരെ ഈ ഫീൽഡിൽ പോലും നിങ്ങൾക്ക് തന്നെ അറിയിക്കാം. അമൃത എന്നൊരു വ്യക്തിയെ പറ്റി ഒരു ഇത് എനിക്ക് അത് കേൾക്കാനുള്ള ഇതുവരെയും നമ്മുടെ ശത്രുക്കളെ നമ്മളെ കുറിച്ച് ആരെ പറ്റി പറയുന്നത് അത് നമുക്ക് വേണ്ടില്ല. പക്ഷെ അങ്ങനെ അമൃതയെ പറ്റി എഴുതില്ല. അവൾ എവിടെ പോയാലും ഒപ്പം ഞാൻ കാണും. അവളെ തന്നിച്ച് ഒരിടത്തും വിട്ടല്ലേ. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമുണ്ട്, കുറച്ച് ദിവസം കൊണ്ടല്ല ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഇപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ വയ്യായികയായി. അപ്പം ഫ്ലാറ്റിൽ ഇപ്പൊ നമ്മുടെ ഒറിയോ ഉണ്ട്, അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഷൂട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. വളരെ റെയർ ആയിട്ട് കൊച്ചി പോകുന്നത്. അപ്പൊ കൊച്ചി പോയത് രാവിലെ പോയി വന്ദേഭാരതം പോയിട്ട് ഒന്നിക്ക് രാത്രിയിൽ വരും, അങ്ങനത്തെയൊക്കെ. അല്ലാതെ ഇപ്പൊ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല. പക്ഷെ ഇനി ഞാൻ പോകും. കാരണം 10-29 വയസ്സ് വരെ ഞാൻ ഇങ്ങനെ ഭയങ്കര എന്താണ് ഒരു ഒതുങ്ങി ലൈഫായിരുന്നു. ഇനിയിപ്പോ ഞാൻ ഫ്രണ്ട്സിനൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പോകും. എനിക്കൊരു ലൈഫ് പക്ഷെ ഇതുവരെ അതിന് എന്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടില്ല. ഞാൻ അനുവാദം കൊടുത്തിട്ടുമില്ല. പിന്നെ ഞാൻ വീട്ടിലൊക്കെ വൈകിട്ട് അനുവാദം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഹസ്ബൻഡ്സ് പോലും ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വളരെ ഒരു 3-4 ഫ്രണ്ട്സ് നമ്മള് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 6 മാസം മുന്നേ നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തു.
അപ്പം അപ്പൊ എനിക്ക് ഡൗട്ട് ആയിരുന്നു വീട് പണിയൊക്കെ ആയതുകൊണ്ട് പൈസ ഒക്കെ ഉണ്ടാവുന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ സുരുക്കൂട്ടി എന്തൊക്കെയോ മാറ്റി മാറ്റി വെച്ചിട്ട് ആ പൈസ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, അല്ലെങ്കിൽ നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പോകും. ഇനിയിപ്പോ നമുക്ക് ലൈഫ് കുറച്ചൊക്കെ എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നമുക്ക് തോന്നരുത് നമ്മൾ എന്തിനാ ജീവിച്ചത്. അല്ലെങ്കിൽ ഇപ്പം ഒരു വീട് കെട്ടി ഓക്കെ, നമ്മൾ സെക്യൂർഡായി, നമ്മൾ ഇനി ഒരു മനുഷ്യന് നമ്മളോട് ഇറങ്ങി പോകാൻ പറയത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഒരു തോന്നണോ, ഈശ്വര ഇത്രയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്വന്തം സന്തോഷം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? നാളെ ഞാൻ കല്യാണം കഴിച്ചു കുട്ടികളെ അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റുമോ? അങ്ങനെ അനുസരിക്കാനല്ലേ പറ്റൂ. അതിനു മുൻപ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എങ്കിലും പോണം. ഇന്റർനാഷണൽ ട്രിപ്പ് അയ്യോ അതും വന്നല്ലേ. 6 മാസം മുന്നേ ബുക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ. വേറെ ചോദിക്കാം, അമൃതയുടെ ഇഷ്ടമുള്ള ഒരു 5 ക്വാളിറ്റി എന്തൊക്കെയാ അമ്മയ്ക്ക് ഇഷ്ടമുള്ള? 5 ക്വാളിറ്റീസ് ഒന്നും കാണത്തില്ല. ക്വാളിറ്റീസ് ഒന്നും ഇല്ലാന്നില്ല, ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ഉണ്ട്. ഒരു 5 എണ്ണം പറഞ്ഞാൽ മതി. കുറെ ഉണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷെ 5 എണ്ണം മതി. അല്ല 5 എണ്ണം എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ആവശ്യമില്ലാത്ത മറ്റുള്ള പ്രശ്നത്തിലൊന്നും പോയി ചാടൂല, അതൊരു നല്ലൊരു ഇതാണ്. പിന്നെ അമിതമായിട്ട് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊന്നും ഇല്ല. വിടണ്ടേ വിടത്തില്ല. 24 മണിക്കൂർ ഞാൻ ഇന്നത്തില്ലേ. ഈവൻ ഒരു കോൾ വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഗീതാഗോവിന്ദം സെറ്റിൽ പരിചയപ്പെട്ട ജോഷി രേവതിയൊക്കെ ഉണ്ട്. ഇവളൊക്കെ വിളിച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. 2 മിനിറ്റ് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? അത്രയ്ക്ക് ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം, മനസ്സിലായി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആളുടെ ഒരു സ്വഭാവത്തിന്റെ രീതി അങ്ങോട്ട് മാറി അപ്പൊ എന്തോ ഒരു ഡൗട്ട് ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഇവള് വിചാരിക്കും ഇങ്ങനെ ഉറങ്ങത്തില്ല. ഇപ്പൊ 1 മാസം ആയതേ ഉള്ളു, കറക്റ്റ് 1 മാസം ആയതേ ഉള്ളു. ഞാനും ഇവളും 2 കട്ടിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയത്. ഒറ്റ 1 മാസം ആയതേ ഉള്ളു. അതുവരെ ഒരു കട്ടിലാണ്. അപ്പം ഇവള് വിചാരിക്കും ഞാൻ അപ്പം അവിടെ പോലെ എനിക്ക് ഫ്രീഡം ഇല്ല, അതുകൊണ്ട് പുതിയ ഫ്ലാറ്റ് എടുത്ത് റെന്റ് ഒന്നും നോക്കിയില്ല. 2 റൂമില് റെന്റ് പോയാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, ഒരു ഭിത്തിക്ക് അപ്പുറം ഇപ്പറേ ഉള്ളൂ. പിന്നെ പുറത്തൂടെ ഗ്ലാസ് ഉണ്ട്, ഇവരുടെ ഗ്ലാസ് ഓപ്പണിംഗ് ആയിരിക്കും. ഞാൻ അവിടെ പോയി കേൾക്കുന്നുണ്ട്. എന്താ അടുത്ത പ്ലാനിങ് എന്താന്ന് എനിക്ക് അറിയണമല്ലോ. പിന്നെ അങ്ങനെ വീഴാൻ പറ്റൂ? ഇല്ലില്ല. എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി. നിനക്ക് എന്താ അറിയേണ്ടത്? അത് പറ, നീ കമ്മിറ്റഡ് ആണ്. അതെനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം എന്റെ മോനുമായിട്ട് ചർച്ച ചെയ്തു. മോൻ എന്ത് പറഞ്ഞു? മോൻ പറഞ്ഞു അത് അവരുടെ കാര്യങ്ങളില്ല അമ്മ എന്നോട് അതൊന്നും അങ്ങനൊന്നും ഇല്ലെന്ന് ആദ്യം അവൻ പറഞ്ഞു. പിന്നെ പറഞ്ഞല്ല എന്തോ കളിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഇത് മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച്. അനിയനറിയായിരുന്നോ? അങ്ങനെ ആർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞപ്പോ അവനും ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യാനെന്തോ ഇതുവരെ ഞാൻ ബോംബ് ചെക്ക് ചെയ്യാൻ അങ്ങനൊന്നുമല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം ഞങ്ങൾ 3 പേരും ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴാണ് ഇച്ചിരി 3 പേരും 3-ൽ ഇച്ചിരി അങ്ങോട്ട് മാറി നിൽക്കുവല്ല. കാരണം അവൻ അവന്റേതായിട്ട് ഇതുണ്ട്. ഇപ്പൊ എല്ലാരും പറയും നീ എപ്പോഴും ഇങ്ങനെ ആവല്ല്. കാരണം പിള്ളേരെ ഇഷ്ടത്തിന് ശകലം വിട്ടുകൊടുക്കണം. അങ്ങനെ എപ്പോഴും അടക്കോഴിയെ പോലെ കൊണ്ട് നടക്കല് എന്ന് പറഞ്ഞു. അവനും എന്നോട് കൂടെ ചോദിച്ചു നിങ്ങൾ എപ്പോഴും എന്നെ ഇങ്ങനെ അകത്തിട്ട് വളർത്താതെ ഇന്ന് പുറത്ത് വിടാൻ പറഞ്ഞു. പക്ഷെ അതൊരു കറക്റ്റ് കാര്യമാണ്. ഇന്ന് എനിക്കതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. എന്റെ പല കുട്ടികളും എന്റെ കുടുംബത്തിലുള്ള കുട്ടികൾ പോലും അമ്മയിൽ നിന്നുള്ള മാറിപ്പോയതും എന്താണെന്നറിയാലോ. നിങ്ങൾ ഇപ്പോഴത്തെ രീതിയൊക്കെ ആയിപ്പോയി. പക്ഷെ എന്റെ മോളും അങ്ങനെ തന്നെയാണ്. രണ്ടായിട്ടല്ല. എന്റെ മോന് ഇന്ന് വരെ അങ്ങനെ ഒരു ശീലമില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം വന്നപ്പം എന്റെ മക്കളെ കൊണ്ട് എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ അഭിമാനമേ ഉള്ളൂ. ഇനി അടുത്ത സെക്കൻഡ് എന്താന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ സമ്മതിച്ചു തന്നിട്ട് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഒന്നും അല്ലടോ. നമുക്കിപ്പോ എന്താ അങ്ങനെ ഇഷ്ടം അങ്ങനെ ഞാൻ അല്ലല്ല അങ്ങനെ പറയല്ലേ. റിലേഷൻഷിപ്പ് ആവുന്നതിന് മുമ്പേ ഈ കോൾ വരുമ്പോ എന്റെ തല അപ്പൊ കട്ട് ചെയ്യും. ഈ അതുവരെ സംസാരിച്ചോണ്ടിരിക്കുന്ന കാണാം. അപ്പൊ ഫോൺ കട്ട് ചെയ്തപ്പോ ഞാൻ ചെക്ക് ചെയ്തു. കാരണം ഇത് എന്താണ് നമുക്ക് അറിയണം. ഇപ്പൊ ഒരു ലേഡിയാ സംസാരിക്കുന്നെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്കറിയാലോ ആർട്ടിസ്റ്റുകൾ ആരൊക്കെ ഫ്രണ്ട്സ് ആരൊക്കെ വിളിക്കുന്നുണ്ടെന്ന്, എത്ര നേരം സംസാരിക്കും. ആ സംസാരത്തിൽ നേരെ ഇത് കുണുന്ന് സംസാരിക്കും. ഞാൻ കേൾക്കാമോ? അപ്പൊ ഞാൻ പിടിച്ചു. ഇന്റർവ്യൂ ആണ്. അല്ല അപ്പഴെനിക്ക് മനസ്സിലായി എന്തോ എവിടോ കത്തി മുളയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എവിടെ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. എനിക്കും വേണ്ട ജീവിതം. ചേട്ടാ ഞാൻ എന്തെങ്കിലും ഒറ്റത്തടിയോട് നിന്നാ മതിയോ? അപ്പൊ എനിക്കും വേണ്ടേ.
എനിക്കും വേണ്ട ജീവിതം. നല്ലൊരു ചോദ്യം. ഞാൻ അമ്മയ്ക്ക് വേണ്ട ഒറ്റ ജീവിതം? മതി. ഇപ്പൊ നീ കുറച്ചു മുമ്പ് ഇന്റർവ്യൂല് പറഞ്ഞു, മസ്താനി ചോദിച്ചപ്പോ പറഞ്ഞു നമുക്ക് എൻജോയ് ചെയ്യേണ്ട ജീവിതം ഒന്നേ ഉള്ളെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അമ്മ ഇപ്പൊ മുഖാമിക്ക് പോയില്ലേ, അത് എൻജോയ്മെന്റ് അല്ലേ? അമ്മയ്ക്കുള്ള എൻജോയ്മെന്റ് ആണ് യാത്രകള്, തീർത്ഥാടന യാത്രകളാണ് അമ്മയ്ക്കുള്ള മോൾക്കും മോനും നല്ല ദാമ്പത്യം കിട്ടണം, നല്ല സന്താന സൗഭാഗ്യം ഉണ്ടാണോ, അവർക്ക് വേണ്ടി മൊട്ട അടിക്കുക, ഇതൊക്കെയാണ് അമ്മയ്ക്കുള്ള എന്റർടൈൻമെന്റ്. അത് കഴിഞ്ഞ് മോൻ കിട്ടുമ്പോ കുട്ടിയാവും, മോള് കിട്ടുമ്പോ കുട്ടിയാവും, അവരെ നോക്കുക. 2-3 പിള്ളേരൊക്കെ ആണെങ്കിൽ നേരെ കല്യാണം കഴിയാൻ വരെ നോക്കിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് വേണ്ട എൻജോയ്മെന്റ് ഒക്കെ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുൾ സപ്പോർട്ടാ. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടില്ല. എവിടെങ്കിലും ഇപ്പൊ ഏജ് ഇത്രയൊക്കെ ആയി, ഇനി ഒരു കെട്ടിമൂട്ടിൽ അടുപ്പിക്കണം. ഇനി ജീവിതം എന്താന്ന് അറിയണം, കുടുംബം എന്താന്ന് അറിയണം, അടുക്കള കയറണം. ഒരു കുട്ടിയെ വളർത്തണം. ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞ നമുക്കൊരു മോളായിരിക്കണം. അത് ഈ ഇന്റർവ്യൂവിൽ ഞാൻ അത് തന്നെ പറയുന്നത്. ആ കുട്ടികളെ വളർത്തുന്നു, ആ കുട്ടികളുടെ സ്വഭാവം എന്താണ്, അവരുടെ ആ വാശി എന്താണ്, അപ്പൊ അവർ അമ്മ എന്താണ് അതില് അനുഭവിക്കുന്നത് മനസ്സിലാക്കിയിട്ട് വരണം. ആ സമയത്ത് എനിക്കൊന്ന് എൻജോയ് ചെയ്യണം. അപ്പൊ എങ്ങനെ എൻജോയ് ചെയ്യാൻ പോകുന്നത്? ഞാൻ കുറെ തീർത്ഥാടന സംഘങ്ങളെ തപ്പി വെച്ചിട്ടുണ്ട്. കോണ്ടാക്ട് എടുക്കുക, അമ്മയുടെ പേര് കൊടുക്കുക, പൈസ കൊടുക്കുക. ഞാൻ ഒരു കൊള വിട്ടുതരാം, നിങ്ങൾ കൊണ്ടുപോവാ. ഫുൾ എന്റർടൈൻമെന്റ്, എൻജോയ്. ഇഷ്ടംപോലെ യാത്രകള്, നല്ല നല്ല അതെ, നല്ല സ്ഥലങ്ങളൊക്കെ കാണാം. ദൈവത്തോട് കൂടുതൽ അടുക്കാം. അതെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും അവരുടേതായ ഒരു ജീവിതം വേണം. ഞാൻ അമ്മയുടെ സപ്പോർട്ടാ. അതെന്താ അങ്ങനെ പറഞ്ഞപ്പോ അമൃതക്ക് ഇഷ്ടപ്പെടാതെ? അത് അമ്മയുടെ ഇഷ്ടം. ഞാൻ സപ്പോർട്ട് ചെയ്യില്ലേ? സപ്പോർട്ട് ചെയ്യും, ഫുൾ സപ്പോർട്ട്. അവള് നേരത്തെ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇഷ്ടം പോലെ ആൾക്കാരെ ഇട്ടിരിക്കുന്നു, ഞാൻ റെഡി ഞാൻ റെഡി. എന്നിട്ട് അമൃത ഞാൻ എന്നിട്ട് അമ്മ എന്താ പറഞ്ഞു? ഓ അതിപ്പഴേ എസ് പറയാൻ പറ്റത്തില്ലല്ലോ. മതി മതി, ഇന്റർവ്യൂ നിർത്തുമ്പോ ഇതാ ഞാൻ പുറത്തിറക്കാത്ത, ഇതാണ് ഞാൻ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരാത്തത്. അമ്മയുടെ മുഖം നോക്കി ചുമന്നാണോ? ഓക്കേ. അതല്ല, വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കിയോ? കമന്റ് ഒക്കെ ഇരുന്ന് നോക്കി ആ പ്രൊഫൈലൊക്കെ അതാണ് ആദ്യത്തെ ഞാന് നമ്മുടെ യൂട്യൂബിന്റെ ഇതല്ല നോക്കുന്നത്. ഫസ്റ്റ് ഞാൻ കമന്റാ വായിക്കുന്നത്. എത്ര നെഗറ്റീവ്, എത്ര പോസിറ്റീവ്, ആരൊക്കെ എനിക്ക് നല്ല കമന്റ് ഇട്ടേക്കുന്നത്, അതാണ് നോക്കുന്നത്. ആരൊക്കെ എന്നെ നല്ലത് അതേ ഉള്ളു. അതിനെല്ലാം ഞാൻ ലൈക്ക് അടിക്കും. നെഗറ്റീവ് കമന്റ് റിപ്ലൈ ഞാൻ നോക്കത്തില്ല, നോക്കിയാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ നോക്ക് വമ്പടി നേരെ കമന്റ് അവരിടുന്നതേ നല്ല, അവര് എന്താ എഴുതുന്ന വെച്ചാൽ അതിന് നല്ല മറുപടി. അതിപ്പോ ടൂട്ടു ചേർത്താട്ട് അതിനെ കൊടുക്കും. ഔട്ട് വരുന്നതാ. അല്ല, അത് കൊടുക്കണ്ടേ? നമ്മളെപ്പോഴും നല്ല ഒരു ഇപ്പം നമ്മളാർക്കും നെഗറ്റീവ് അടിക്കുന്നില്ല. അതെ, നമ്മളെല്ലാവരോടും നമുക്ക് എല്ലാരും കാണുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ആവശ്യമില്ലാത്ത നമ്മൾ ഒന്നും പറയുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ നെഗറ്റീവ് ഇടുന്നത്? അപ്പൊ അതിന് മറുപടി കൊടുക്കണ്ടേ? കൊടുക്കും. പിന്നെ ചിലത് കുരക്കും, നമ്മൾ മൈൻഡ് എക്സാക്ട്ലി. അത് നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അവരുടെ നമുക്കിപ്പോ അറിയാലോ, അവരുടെ പ്രൊഫൈലോട്ട് നോക്കുമ്പോൾ അവർ എത്രത്തോളം കമന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ നെഗറ്റീവ് പറയാൻ തന്നെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് എത്ര പറഞ്ഞാലും എത്ര അവരെ കൺവീൻസ് ചെയ്യിക്കാൻ നോക്കിയാലും അവരത് ശരിയാവത്തില്ല. അവർക്ക് ആ നെഗറ്റീവ് ഇട്ടെങ്കിൽ അവർക്ക് സമാധാനമാവത്തുള്ളൂ. അപ്പൊ അവരങ്ങനെ നടക്കട്ടെ. ഞങ്ങളല്ലാതെ നോക്കിയപ്പോ ഇല്ലേ, നമുക്ക് കുറച്ച് ശത്രുക്കൾ വെളിയിലൊക്കെ കുറച്ച് പേരുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവര് മനഃപൂർവ്വം നമ്മളെ നെഗറ്റീവ് മോശമാക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിന് മറുപടി ഞാൻ കൊടുക്കും. ആ ഇടുന്നവർ ആരാന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടാണ് ഞാൻ അവർക്ക് ടൂട്ട് ചേർത്ത് മറുപടി കൊടുക്കുന്നത്. ടൂട്ടു ചേർത്ത് ടൂട്ടു അമ്പിളി ടൂട്ടു കമന്റുകൾക്ക് സമർപ്പിക്കുക. അമ്പിളി ടൂട്ടൂടെ ഒരു ഇനി ഇത് കണ്ട് കല്യാണാലോചന വരും. നിങ്ങൾ ഇപ്പൊ കമന്റ് ചെയ്ത കുറെ ആൾക്കാരുണ്ടാവും അമ്മയുടെ ഈ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും. പക്ഷേ പണ്ടൊരു പൂക്കിയായിരുന്നു ഗൈസ്. പണ്ട് എപ്പോഴും സ്റ്റുഡിയോ പോയി എടുത്ത ഫോട്ടോ, വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോയോ? ഇതൊരു 28 കൂട്ട് 28 വയസ്സ് അത്രേ ഉള്ളൂ. 28 ഇത് ട്രിവാൻഡ്രത്ത് എടുത്തതല്ലേ? എന്തോടി
കാണും. അല്ല 30 കാണും. പക്ഷെ കണ്ടാ പറയില്ല. അതാണ് ഇപ്പഴും പറയോ? ഇപ്പഴും 50 പറയോ? 50 നിങ്ങൾ കാണുന്നതല്ലേ ഫുള്ള് മുട്ടിയാ നിറയൊക്കെ കാണിച്ചു കൊടുക്കാൻ അങ്ങോട്ട്. ഇതാണ് ഗൈസ് ടൂട്ടു അമ്പിളി. എനിക്ക് ആവശ്യമില്ലാത്ത പേരോടല്ലേ. നാണം കണ്ടില്ല. പക്ഷെ ഇതൊരു 22-23 ഒക്കെയാന്ന് വിചാരിച്ചു. പണ്ടത്തെ ആൾക്കാര് ചെറിയ വയസ്സാണെങ്കിലും ഭയങ്കര വലുതാ അല്ലേ? അതെ അതെ എനിക്ക് അങ്ങനെ വണ്ണമില്ല. പിന്നെ എനിക്കൊരു ഓപ്പറേഷൻ അല്ല ഇത് ഇപ്പോഴല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞില്ല. അന്ന് വണ്ണം വെക്കാനുള്ള മരുന്നൊക്കെ കഴിച്ച് വണ്ണം വെച്ചതാണ്. വെറും പത്തലയായിരുന്നു. പക്ഷെ നല്ല സുന്ദരിയായിട്ടുണ്ട്. പക്ഷെ എന്തിനാ പറഞ്ഞിട്ട് കാര്യമാണ്. അതേ എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണല്ലോ വേണ്ട. അമ്മയ്ക്ക് നല്ലൊരു ചെക്കനെ കിട്ടും. അമ്മയ്ക്ക് എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? അങ്ങനൊന്നുമില്ല. പറയാ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നും ഇല്ലെന്നാണ്. നാണം കൊണ്ട് പറഞ്ഞൊക്കെ. ഈ ഫോട്ടോ എടുക്കാൻ പോയ ആ ഒരു മെമ്മറി എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എന്തോ ആവശ്യത്തിന് സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ പോയത്. അന്ന് അമൃത ഉണ്ടോ? അമൃത ഉണ്ടോന്നു? അല്ല, അമൃത ജനിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഭയങ്കര ചെറുതാ. ഞാനും ഇതിന് ഭയങ്കര ചെറുതാ. പക്ഷെ ഓർമ്മ ട്രിവാൻഡ്രത്ത് എടുത്തതായത് ബാബാ സ്റ്റുഡിയോ എടുത്തതാണ്. അന്ന് ട്രിവാൻഡ്രത്ത് ഏറ്റവും ഫേമസ് ആണ് ബാബാ സ്റ്റുഡിയോ. ഇന്നല്ലേ ഇപ്പൊ പല പല ഷോപ്പ് വന്നത്. അപ്പൊ അത് അവിടെ നിന്ന് എടുത്തതാണ്. അന്ന് എടുത്തതാണ്. എന്റെ എന്തോ ഫോട്ടോയ്ക്ക് നമ്മള് അന്ന് സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ എന്തോ പ്രോഗ്രാമിന് ഓഡിഷന് വന്നു. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളിൽ ഒന്നും ഇല്ലല്ലോ. പക്ഷെ അതൊരു പറ്റിപ്പായിരുന്നേ. അത് പിന്നെയുള്ള കാര്യം. അങ്ങനെ അത് എടുക്കാൻ ബാബാ സ്റ്റുഡിയോ പോയപ്പോ അമ്മ അന്ന് കോസ്റ്റ്യൂം മാറി എടുത്ത ഫോട്ടോയാണിത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.